ഫയൽ എടുത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റർ ചെയ്യണം, എങ്ങനെയാണ് ഒരു പുതിയ ഫയൽ എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കൺട്രോൾ N പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ഫയൽ മെനുവിൽ മെനു ബാറിൽ ഫയൽ മെനുവിൽ പോയിട്ട് ന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും വരും ന്യൂ ഫയലിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഇതിൽ ഫയലിന് സെറ്റിങ്സ് എൻ്റർ ചെയ്തിട്ടാണ് ഓക്കെ അടിച്ച് നമ്മൾ പുതിയ ഫയൽ എടുത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫയൽ എടുക്കുന്നത്, ആ ഒരു വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് കൊടുക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഫയലാണോ അതോ ഡിവൈസിലേക്ക് വേണ്ടി, അതായത് വെബ്സൈറ്റ് അങ്ങനത്തെ പർപ്പസിന് എടുക്കുന്ന ഫയലാണോ എന്നുള്ളത് അനുസരിച്ചിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരും. ഇനിയിപ്പോൾ അത് പ്രിൻറ്റിങ്ങിൽ തന്നെ പല ടൈപ്പ് പ്രിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അതിലും മാറ്റങ്ങൾ വരും. ഇപ്പോൾ ലേസർ പ്രിൻറ്റിങ് വ്യത്യാസമുണ്ട്, ഒരു ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് പ്രിൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, രണ്ടാമത്തത് ഡിവൈസിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഡിവൈസിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ, അത് മൊബൈലാവാം, അതല്ലെങ്കിൽ മോണിറ്റർ ആവാം, അത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ, അതല്ലെങ്കിൽ TV, അതല്ലെങ്കിൽ തിയേറ്ററോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡിവൈസിലേക്കുള്ള പ്രിവ്യൂവിന് വേണ്ടിയിട്ടുള്ള പർപ്പസിലുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒരു സെക്ഷൻ, ഒരു വേറെ കാറ്റഗറിയാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ്. ഇങ്ങനെ മെയിനായിട്ട് 2 കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം ഇതിനകത്ത് ഡീഫോൾട്ട് വരുന്ന കുറച്ച് സെറ്റിങ്സ് ഉണ്ട് ഇൻബിൽട്ട് ആയിട്ട് ഫോട്ടോഷോപ്പിനകത്തുള്ളത്. ഇതിപ്പോൾ ഓരോരോ വേർഷൻസിലും മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ സൈസ് എന്ന് പറയും, നമ്മൾ എടുക്കുന്ന ഡോക്യുമെന്റിന്റെ ഡയമെൻഷൻ, സൈസ്, വിഡ്ത്ത്, ഹൈറ്റ്, ഇത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്. അതായത് നമ്മൾ ന്യൂ ഫയൽ എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് വിഡ്ത്തും ഹൈറ്റും, ഡയമെൻഷൻ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് കളർ മോഡ്. ഇങ്ങനെ 3 കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് സൈസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇതിൽ ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനോ എന്തെങ്കിലും ടൂൾസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് നോക്കാൻ, ഒരു ചെറിയ വർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ്, എക്സസൈസ് ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിഫോൾട്ട് സൈസ് എടുത്ത് ചെയ്താൽ മതി. അതല്ല നമ്മളിതിൽ വേറെ ഏതെങ്കിലും സൈസ് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചും കൂടെ ഫയൽ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ലോഡ് കൂടുതൽ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഡീഫോൾട്ട് സൈസ് എടുത്തിട്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഇതിൽ US പേപ്പർ, അതായത് US യൂസ് ചെയ്യുന്ന പല പേപ്പർ സൈസസും ആണ്. നമുക്ക് ഇവിടെ അങ്ങനെ യൂസ് വരുന്നതല്ല. പക്ഷെ ഇതിൽ ഇന്റർനാഷണൽ പേപ്പറിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, അതായത് നമ്മളുടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കുറെ കോമൺ ആയിട്ടുള്ള ഫയൽ സൈസസ്, ഡയമെൻഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഉദാഹരണം A4 എടുത്ത് നമുക്ക് ഇപ്പം എന്തെങ്കിലും ബയോഡാറ്റയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, ഒരു ലെറ്റർ ഹെഡോ, കമ്പനിയുടെ ലെറ്റർ ഹെഡോ, അങ്ങനെയുള്ള A4 സൈസിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് A4 സൈസ്. പിന്നെ അതുപോലെ A6 ഉണ്ട്, A5 ഉണ്ട്, A3 ഉണ്ട്. അപ്പം അങ്ങനെ പല സൈസസ് ഉണ്ട്. ഇപ്പോൾ A4ന്റെ ഡബിൾ സൈസ് വരുന്നതാണ് A3, A4ന്റെ പകുതി വരുന്നതാണ് A5. അങ്ങനെ പല സൈസസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡീഫോൾട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും എടുത്ത് ഓക്കെ അടിച്ച് അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം തോന്നുന്നുണ്ടാവില്ല, ഒരു A4ന്റെ ഒരു പോർട്രേറ്റ് സൈസിലുള്ള ഫയലാണിത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് നമുക്ക് ക്ലോസ് കൊടുക്കാം. Ctrl+W ആണ് അതിൻ്റെ ഷോർട്ട് കീ. Ctrl+W, ക്ലോസ് ഫയൽ. Ctrl+W നോട്ട് ചെയ്തെടുക്കുക, ഫയൽ ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ വീണ്ടും ന്യൂ എടുക്കുന്നു. ഇതിനകത്ത്
ഇന്റർനാഷണൽ പേപ്പറാണ് നോക്കിയത്. ഇതുപോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഫോട്ടോ പ്രിന്റ് ഒക്കെ എടുക്കാനുള്ള ഈ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നമ്മളുടെ പാസ്പോർട്ട് സൈസ് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആൽബം ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോട്ടോ പ്രിന്റിനുള്ള സൈസസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത് 6-4 എന്ന് പറയുന്ന ഒരു സൈസാണ്. ഈ 2-3 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സൈസാണ്. അത് പല സ്റ്റുഡിയോസിലും എന്താ പറയുക, ചില സ്റ്റുഡിയോസിൽ ഇപ്പോൾ 1 മിനിറ്റിനുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റുഡിയോസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ചെറിയ ഒരു ഫോട്ടോ പ്രിന്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് പ്രിന്റ് എടുക്കുന്നതാണ്. സാധാരണ ഓഫീസുകളിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് പ്രിന്റർ അല്ല. കോളേജിലോ സ്കൂൾസിലോ ഒക്കെ ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിന്റർ അല്ല. അത് ലേസർ പ്രിന്ററാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആദ്യം കൂടുതൽ ഉണ്ടായിരുന്നത് ഇൻജെക്ട് പ്രിന്റർ ആയിരുന്നു. ഇൻജെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്. ലേസർ പ്രിന്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷെ മെഷീനിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ബില്ല് ചെയ്യാനും കടകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഈ ലേസർ പ്രിന്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഫോട്ടോ പ്രിന്റിന്റെ കാര്യമാണ്. അപ്പോൾ ചില സ്റ്റുഡിയോസിലൊക്കെ പെട്ടെന്ന് ഒരു ഫോട്ടോ എമർജൻസി ഒക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഇതുപോലെ ആ സ്റ്റുഡിയോയിൽ തന്നെ ലോക്കൽ ഏരിയയിലുള്ള ചെറിയ സ്റ്റുഡിയോസിലാണെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു ചെറിയ പ്രിന്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ സാമ്പിൾസ് ആവട്ടെ. ഏകദേശം ഈ ടൈപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇത് വളരെ ചെറിയ പ്രിന്റർ ആണ്. അപ്പൊ അതിൽ ആ ഒരു ചെറിയ പീസ്, അതാണ് ഈ 3x2 ഇഞ്ച് ആ ഒരു സൈസ് ഒക്കെ കാണിച്ചത്, ചെറിയ പ്രിന്റർ ആണ്. അപ്പൊ ഇതൊക്കെ പക്ഷെ സാധാരണഗതിയിൽ ഇപ്പൊ ഈ 6-4 പ്രിന്റ് ചെയ്യുന്ന സൈസ് അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ പ്രിന്റ് ചെയ്യുന്ന സ്റ്റുഡിയോസ് അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിലയുണ്ടാവും പ്രിന്ററിന്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ പ്രിന്റർ ചെറിയ ആവശ്യത്തിനായിട്ട് വെക്കുന്നത്. അത് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല ഇതുപോലത്തെ പ്രിന്റേഴ്സ് ഒന്നും. അതായത് ഔട്ട്പുട്ട് ഫോട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ സൈസിൽ ഫോട്ടോന്റെ സെക്ഷനിൽ വരുന്നത്. 6-4 കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നോർമൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 6-4 ഒരു 8 എണ്ണമൊക്കെ കയറും. 8 ഡ്യൂപ്ലിക്കേറ്റ്സ് പാസ്പോർട്ട് സൈസിൽ വരും. ഓക്കെ, അപ്പോൾ ഫോട്ടോയില് പിന്നെ ഈ കാണുന്ന സൈസസ് തന്നെ വിഡ്ത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളതാണ് ഈ താഴത്തെ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്. ഓക്കെ, പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് കുറവായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും. ഇത് കണ്ടോ, ഇപ്പോൾ 4 ഇതിൽ വിഡ്ത്ത് 4, ഹൈറ്റ് കൂടുതൽ. അപ്പോൾ ഈ സെയിം തന്നെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് അങ്ങനെ 2 സെക്ഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാനും നമ്മളുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു പേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചിടാനൊക്കെ പറ്റും. പിന്നീടാണെങ്കിലും ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ ഫോട്ടോയിൽ അത്. പിന്നെ വെബിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ, വെബിൽ വരുന്നത് ഇവിടെ കാണിക്കുന്ന സൈസുകൾ മോണിറ്ററിന്റെ സൈസസ് ആണ്. ഈ 800-600 എന്ന് പറയുന്നത് 15 ഇഞ്ച് മോണിറ്ററിന്റെ ഡയമെൻഷനാണ് ഈ 800-600 എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പഴയ വേർഷൻസിലൊക്കെ അല്ലെങ്കിൽ ഒരു 2006-7 ആ ഒരു ടൈമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം വരെ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു മോണിറ്റർ സൈസാണ് CRT മോണിറ്ററിൽ ഇങ്ങനെ പുറകിലേക്ക് തള്ളി നിൽക്കുന്ന പഴയ ടൈപ്പ് മോണിറ്റർ. ഇപ്പോൾ ഫ്ലാറ്റ് അല്ലാത്ത പഴയ മോണിറ്റർ, ആ ഒരു ടൈപ്പ് CRT മോണിറ്റർ എന്നാണ് പറയുക. CRT മോണിറ്ററിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന സൈസ് ഈ 800-600 ഒക്കെ ആയിരുന്നു. പിന്നെ ഈ പറയുന്ന ഒരു 2006-2007 ആ ഒരു ടൈമുകളിലൊക്കെ LGയുടെ ഫ്ലാട്രോൺ എന്ന് പറഞ്ഞ മോഡലിലൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പിലൊക്കെ 17 ഇഞ്ച് മോണിറ്റർ ഒരുപാട് ഫേമസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ LED സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. TFT ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ, LCD വന്നിട്ടാണ് വല്ല LED ഒക്കെ വരുന്നത്.
അപ്പം അങ്ങനെ ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള സ്ലിം ആയിട്ടുള്ള മോണിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം ഇപ്പോൾ ഉള്ളതിൽ ഒരു ഏറ്റവും കുറഞ്ഞ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ച് മോണിറ്റർ, 18.5 ആണ് വരുന്നത്. അത് ചിലർ 18 ഇഞ്ച് മോണിറ്റർ എന്ന് പറയും, ചിലർ 19 ഇഞ്ച് മോണിറ്റർ എന്ന് പറയും. അപ്പോൾ 18.5 എന്ന് പറയുന്ന സൈസാണ് കുറച്ച് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു ഡയമെൻഷനിലേക്കൊക്കെ വരും. ഇത് 800, 600 എന്ന് പറയുന്നത്, 800, 600 എന്ന് പറയുന്നത് 15 ഇഞ്ച് മോണിറ്ററിൻ്റെ സൈസാണ്, ഡയമെൻഷനാണ്. അതുപോലെ 1024x768 ഇത് 17 ഇഞ്ച് മോണിറ്ററിൻ്റെ സൈസാണ്. പിന്നെ 17 വൈഡ്, അതല്ലെങ്കിൽ 18.5 അങ്ങനെ പല സൈസസിൽ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സൈസസ്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഒരു മോണിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റെസൊല്യൂഷൻ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണോ 1680x1050 ഇതാണ് ഈ ഒരു മോണിറ്ററിൻ്റെ. ഇപ്പോൾ ഡെല്ലിൻ്റെ മോണിറ്ററാണ്, ഡെല്ലിൻ്റെ മോണിറ്ററിൻ്റെ ഈ ഒരു സൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയമെൻഷനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഈ വെബ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരുന്നത് വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ 800, 600 സൈസൊക്കെ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ അത് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്ററി സൈസസ് കൂടി വന്നു. ആ സൈസസ് കൂടി വന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മൊബൈലിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ സൈസ് കൂടി വന്ന ടൈമിലൊക്കെ ഈ ഒരു 1000+ അങ്ങനെ ആ ഒരു സൈസിലൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെയും സൈസ് കൂടി, പിന്നെ മൊബൈൽ വന്നു തുടങ്ങി. മൊബൈലിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടി തുടങ്ങിയപ്പോൾ മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നു തുടങ്ങി. അതായത് ഓരോ ഡിവൈസിനനുസരിച്ച് മാറുന്ന റെസ്പോൺസീവ് സൈറ്റ് എന്ന് പറയും, റെസ്പോൺസീവ് ഡിസൈനിങ് എന്ന് പറയും. ആ ഒരു ഡിവൈസിൻ്റെ റെസ്പോൺസിനനുസരിച്ച് അത് സൈസ് കൂടുക കുറയുക അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഡിസൈനിലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ചെറിയ സൈസുകളൊക്കെ ഉപയോഗിക്കാതെയായി. ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 1250 ആ റേഞ്ചിലുള്ള 1230 എന്നൊക്കെ പറയും, അല്ലെങ്കിൽ 1250. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വെബ് ഡിസൈനിങ് ആ ഒരു സെക്ഷൻ എടുക്കുന്ന സമയത്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല, ഇതിലുള്ള സംഭവങ്ങൾ എടുത്ത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു എന്തെങ്കിലും വാൾപേപ്പറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ, ഒരു മോണിറ്ററിൻ്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് എടുത്തിട്ട് ഡെസ്ക്ടോപ്പ് വാൾപേപ്പറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് വെബ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ളത്. പിന്നെ മൊബൈൽ ആൻഡ് ഡിവൈസസിൽ ഈ പറഞ്ഞ പോലെ ഇത് കുറച്ച് പഴയ വേർഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ചെറിയ മൊബൈലിൻ്റെ സൈസസ് ആണ്. പിന്നെ ആ സമയത്തുള്ള പുതിയ ലേറ്റസ്റ്റ് ടാബ്ലറ്റ് അതിൻ്റെ സൈസസിലൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെർട്ടിക്കുലർ ഒരു മോഡലിൻ്റെ മൊബൈലിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിൻ്റെ സീരിയൽ നമ്പർ, ആ മോഡൽ ഏതാണോ ആ സീരീസ് നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഡയമെൻഷൻ എത്രയുണ്ട്, അതിൻ്റെ മെഗാപിക്സൽ ക്വാളിറ്റി ഒക്കെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്ന പോലെ സ്പെക്ക് കാണിക്കുന്ന കൂട്ടത്തിൽ ഡയമെൻഷൻ കൂടെ കാണിക്കും. ഇത് വീഡിയോൻ്റെ സൈസസ് ആണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന ഒരു സൈസാണ് വീഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് വേർഷൻസിൽ സൈസും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്ന സൈസസ് ആയിരിക്കില്ല ലേറ്റസ്റ്റ് വേർഷൻസിൽ വരെ, അങ്ങനെ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഈ 3 സെറ്റിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള എല്ലാ പ്രീസെറ്റും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വിഡ്ത്ത്, അതായത് ഡയമെൻഷൻ, വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ, കളർ മോഡ്, ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ശരി, ഇനിയിപ്പോൾ നമുക്കിതിൽ ഡിഫോൾട്ട് എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫോൾട്ട് സൈസ് വരും. അതല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ പ്രിന്റിങ് ആയിട്ട് വരുമ്പോൾ നമുക്കിവിടെ വിഡ്ത്ത്, ഹൈറ്റ് കാര്യങ്ങൾ ഏത് യൂണിറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയാൻ പറ്റില്ല. പിക്സൽ ഇപ്പോൾ പ്രിന്റിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ വിഡ്ത്ത്, ഹൈറ്റ് 75 എന്ന് പറയുന്ന ഇത് ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഇഞ്ച് കൊടുക്കാം, ഇഞ്ച് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മില്ലിമീറ്റർ യൂസ് ചെയ്യാം. ഇതാണ് മില്ലിമീറ്റർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഫീറ്റാണ്, ഫ്ലെക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീറ്റിലാണ് പറയുന്നത്. എത്ര ഫീറ്റാണ് വിഡ്ത്ത്, എത്ര ഫീറ്റാണ് ഹൈറ്റ്, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക.
അപ്പോൾ ഫീറ്റ് വരുമ്പോൾ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം ഫീറ്റിന്. അപ്പോൾ ഇതിനകത്ത് ഫീറ്റ് ഓപ്ഷൻ ഇല്ല. അതുപോലെ ഇല്ലസ്ട്രേറ്റർ ഇതിനകത്ത് ഫീറ്റ് ഇല്ല. അപ്പോൾ ഈ വേർഷനിലെ കാര്യമാണ് പറയുന്നത്. കോറൽ ഡ്രോ എന്ന് പറയുന്ന വേർഷൻ ഒരുപാട് പഴയ വേർഷൻ മുതലേ കോറൽ ഡ്രോയിൽ ഫീറ്റ്, യാർഡ് അങ്ങനെയുള്ള വലിയ വലിയ യൂണിറ്റുകൾ, കിലോമീറ്റർ, മൈല് അങ്ങനെയുള്ള വലിയ വലിയ യൂണിറ്റുകൾ ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് കോറൽ ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂണിറ്റ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഫീറ്റ് ടു ഇഞ്ച്, 12 ഇഞ്ചാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം വിഡ്ത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വിഡ്ത്ത് ഒരു 5 ഫീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അതായത് 5 × 12 68 വരും. ഹൈറ്റ് നമുക്ക് അധികം ഇല്ല, കുറച്ചാണ്, ഒരു 3 ഫീറ്റ് ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ 36. ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡയമെൻഷൻ, റെസൊല്യൂഷൻ, കളർ മോഡ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ന്യൂ ഫയൽ എടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. ആ 3 കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ മെൻഷൻ ചെയ്യാം.